ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കണ ഗോതമ്പ് ദോശ തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ട് സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ടാ ഇനി ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്തു. 1 കപ്പ് ഗോതമ്പ് മാവ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് റവ എടുത്ത് മിക്സിയിൽ ഒന്ന് പൊടിച്ചിട്ട് മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വെള്ളം ഒഴിച്ച് കലക്കി വെക്കാം. കുറച്ച് ലൂസായിട്ട് തന്നെ കലക്കിക്കോളൂ കേട്ടോ. ലാസ്റ്റ് മാവിന്റെ പാകം ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ ഇരിക്കട്ടെ. കൂട്ട ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്തിട്ട് ദോശ ഉണ്ടാക്കിയാൽ മതി. പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ 10-20 ചെറിയ ഉള്ളി എടുത്ത് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഉള്ളി സോഫ്റ്റ് ആയിട്ട് ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇനി എണ്ണയൊന്നും ചേർക്കണ്ട കേട്ടോ. പകുതി സവാള ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി, 1 ബേ ലീഫ്, ചെറിയ കഷ്ണം പട്ട, 1 ഏലക്ക, 2 ഗ്രാമ്പ്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്. സവാള നല്ലോണം സോഫ്റ്റ് ആക്കി എടുക്കും. ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി സോഫ്റ്റ് ആക്കി എടുക്കണം. തക്കാളി സോഫ്റ്റ് ആയിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മിക്സ് തണുക്കാനായിട്ട് മാറ്റി വെക്കും. നമ്മൾ വാട്ടി വെച്ചേക്കണ സവാളയുടെ മിക്സ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. റവ പൊടിച്ച അതേ ജാറാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ചെറിയ നാളികേരം ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് വേപ്പില. ഫ്ലെയിം സിമ്മിൽ വെച്ചോളൂ കേട്ടോ. എന്നിട്ട് പൊടികൾ ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരച്ച് വെച്ചേക്കണ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ജാറ് കഴുകി ആ വെള്ളം ആഡ് ചെയ്യാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് ഈ മസാലകളുടെ പച്ചമണം പോണ വരെ കുക്ക് ചെയ്തെടുക്കാം. മസാലയുടെ പച്ചസ്വാദ് പോയിണ്ടാവും. പാട്ടി വെച്ചേക്കണ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. കൂട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഉള്ളി ഇട്ട് നമ്മൾ കുറച്ച് നേരം കുക്ക് ചെയ്തു. ഈ മല്ലിയില ഇട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. ദോശയ്ക്കുള്ള കാര്യങ്ങളും നോക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ചെറിയ കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, 1 സവാള, കുറച്ച് ക്യാരറ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് എല്ലാം ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ക്യാരറ്റ് സവാള സോഫ്റ്റ് ആകുമ്പോൾ ഇതിലേക്ക് 1 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി കുഴഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മിക്സ് ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കും. മിക്സ് കുറേശ്ശെ ചൂടാറിയത് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് വേപ്പില, കുറച്ച് മല്ലിയില, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം നല്ലോണം. 2 ടേബിൾ സ്പൂണും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ദോശമാവിൻ്റെ പാകം. അല്ലാണ്ട് കട്ടിയല്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ല. ആ രീതിയിലാണ് മിക്സ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി ദോശ റെഡിയാക്കാം. ഭാഗം ഒന്ന് വെന്തതിന് ശേഷം എണ്ണ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് എണ്ണ സൈഡിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒരു ഭാഗമായിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ദോശ റെഡി ആയിട്ട് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. നമ്മൾ ഇതുപോലത്തെ ദോശ അരിപ്പൊടിയിൽ റവയിലും ഒക്കെയാണ് ഉണ്ടാക്കാറ്. അധികം ഗോതമ്പിൽ ആരും ഉണ്ടാക്കാറില്ല. ഇനി ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കൂട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.